ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 60 വയസ്സാണ്. 60 വയസ്സ്. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് പടർന്നു പിടിച്ചത് കൊണ്ടാണ്. പ്ലേഗ് എവിടെ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? പൂനെയിൽ നിന്ന് മുംബൈയിലേക്കാണ് മാറ്റിയത്. പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? പ്ലേയിങ് ടു വിൻ എന്നത് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? സൈന നെഹ്വാളിന്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ടു വിൻ എന്നത്. വാസ്കോ ഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം? വാസ്കോ ഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ലിസ്ബൺ ആണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. പോർച്ചുഗലിലെ ലിസ്ബൺ. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആര്? പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഭൂമിയുടെ പരിക്രമണ വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ ആണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഒരു സെക്കൻഡിൽ ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? 30 കിലോമീറ്റർ ആണ് ഭൂമിയുടെ പരിക്രമണ വേഗത. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏത്? പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1628 ആണ്. 1628. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984 ആണ്. 1984. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം 1997. 1997 പ്രസാർ ഭാരതി നിലവിൽ വന്നത്. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്? തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത്? ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം മൂലകത്തിന്
കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയം. കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് കെ എന്ന പ്രതീകം ലഭിച്ചത്. ഏത് മൂലകത്തിനാണ്? പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ പ്രതീകം ഏതാണ്? കെ. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളാണ് മുത്തങ്ങയും തോൽപ്പെട്ടിയും. വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. മഴ നിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം. മഴ നിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ്. വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ്. പുസ്തകത്തിന്റെ പേര് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ. R.C. ദത്ത് ആണ്. R.C. ദത്ത്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ആര്? അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ഗാന്ധിജി. കേരളത്തിൽ AKG ആദ്യ കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത് തൃശ്ശൂരാണ്. ഏതാണ് വർഷം? 1958 തൃശ്ശൂരിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് AKG ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിച്ചത്. തൃശ്ശൂർ. വർഷമേത്? 1958. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1927. 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത്. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുന്നു. ലോകബാങ്കിന്റെ ആപ്തവാക്യം. ലോകബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നതാണ്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഗഗ്ഗറാണ്. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ഗഗ്ഗർ. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം ഏത്? ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ആർ ശങ്കർ ആരംഭിച്ച പത്രം ഏത്? ആർ ശങ്കർ ആരംഭിച്ച പത്രം ദിനമണി. ദിനമണി എന്ന പത്രം ആരംഭിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ആർ ശങ്കർ ആണ്. ആർ ശങ്കർ. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏത്? വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ്. മിതവാദി പത്രം. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആര്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു.
നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു ശ്രീകുള്ളർ. തുളസീദാസ്, കബീർദാസ്, മീരാബായ് എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടുവന്ന ആസാമിലെ നൃത്ത സംഗീത രൂപം. തുളസീദാസ്, കബീർദാസ്, മീരാബായ് എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ആസാമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. സാത്രിയ ഇപ്പൊ എവിടുത്തെ നൃത്ത സംഗീത രൂപമാണ്? ആസാമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. തുളസീദാസ്, കബീർദാസ്, മീരാബായ് എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെട്ട് രൂപപ്പെട്ട് വന്നതാണ്. ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ. ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളിയാണ് വി പി മേനോൻ. ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോണ്ടോളജി. അപ്പൊ മിന്നലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? മിന്നലിനെ കുറിച്ചുള്ള പഠനമാണ് ഫുൾമിനോളജി. മിന്നലിനെ കുറിച്ചുള്ള പഠനം. ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോണ്ടോളജി. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യമാസിക വിദ്യാവിലാസിനി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദമാണ്. വാണിജ്യവാദം. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആര്? ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. 126. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അവസാനത്തെ ചോദ്യം ഈ ക്ലാസ്സിലെ കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ് കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.